ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ബംഗളൂരുവിലേക്ക്. സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിലെത്തിച്ചതായാണ് വിജിലൻസിന് ലഭിച്ച വിവരം. യഥാർത്ഥ സ്വർണ്ണപ്പാളി മാറ്റി മറ്റൊരു സ്വർണ്ണപ്പാളിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്നതെന്ന് വിജിലൻസ് അന്വേഷിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബംഗളൂരുവിലുള്ള സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, അടിമുടി ദുരൂഹതയാണ്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ബംഗളൂരുവിലാണ് എത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിജിലൻസിന്റെ കണ്ടെത്തലുകൾ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? തന്നെ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് അടിമുടി ദുരൂഹമായ നിലയിൽ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം എത്തി നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ചെന്നൈയിൽ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോകാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ നൽകിയത്. അത് ദേവസ്വം ബോർഡിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി നൽകിയതാണ്, അനുമതിയോടു കൂടി നൽകിയതാണ്. പക്ഷേ ഇതിപ്പോൾ ബാംഗ്ലൂരുവിൽ എത്തിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിന് ബാംഗ്ലൂരുവിൽ എത്തിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. സ്വർണ്ണപ്പാലിയും ഒപ്പം തന്നെ സ്വർണ്ണപീഠവും ഉൾപ്പെടെയുള്ളവയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, ചർച്ചകളൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നതാണ്. ഹൈക്കോടതിയിൽ ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്ന ബെഞ്ച് തന്നെ നേരിട്ട് ഉള്ള നിരീക്ഷണത്തിലുള്ള അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. റിട്ടയർഡ് ജഡ്ജിനെ ഉപയോഗിച്ച് അന്വേഷണം നടത്താനാണ് നിലവിൽ ഹൈക്കോടതി തന്നെ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തുള്ളത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി അത് ബാംഗ്ലൂരിലേക്ക് എത്തിച്ചു എന്നുള്ള വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അതായത് നേരത്തെ തന്നെ വിജയമല്യ 1999 ഇക്കാര്യത്തിൽ ഈ സ്വർണ്ണപ്പാളിയും ഒപ്പം തന്നെ ഈ ശബരിമലയിലെ മറ്റ് ഭാഗങ്ങളും ഒക്കെ സ്വർണം പൂശുന്ന സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് നടപ്പിലാക്കി എന്നുള്ളതാണ് പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ ഈ 2019 സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുപോയപ്പോൾ ഇത് ചെമ്പാണ് എന്ന് പറയുന്ന മഹസറാണ് നേരത്തെ മീഡിയ വണ്ണിനെ പുറത്തുവിടുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ കടന്നത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തമ്മിലുള്ള ഒരു ആശയ വിനിമയത്തിലെ തർക്കങ്ങളിലേക്ക് ഒക്കെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും നിലവിൽ വരുന്ന വിവരങ്ങളനുസരിച്ച് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വലിയ നിഗൂഢമായ നിലയിൽ ഉള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായോ എന്ന് സംശയിക്കുന്ന നിലയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇപ്പോൾ നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഇത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ചെന്നൈയിലേക്ക് മെയിൻ്റനൻസ് പ്രവർത്തനത്തിന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ എന്തിന് ബാംഗ്ലൂരിലെത്തി? ഇത് ഏതെങ്കിലും തരത്തിൽ ആ ഭാഗം മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തി പുതിയൊരു സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണോ തിരികെ വെച്ചിരിക്കുന്നത് എന്നുള്ള സംശയത്തിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ സ്വർണ്ണപീഠം കാണാനില്ലെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് തന്നെ അത് കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ ഒരു നിഗൂഢത ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ സർക്കാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ഒക്കെ വ്യക്തമാക്കിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമുണ്ട് എന്നുള്ളതാണ്. അതിലുൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കടക്കുന്നത്. അതാണ് നിലവിൽ ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം ഈ കാര്യത്തിൽ ഒരു നിഗൂഢത കൂടി സംശയിക്കപ്പെടുന്ന നിലയിലേക്ക് ബാംഗ്ലൂരിലേക്ക് ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കടത്തി എന്നുള്ള നിഗമനത്തിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത് തന്നെയാണ്. ശരി.